ഹലോ വെൽക്കം ബാക്ക് ടു മിസ്സസ് മലബാർ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കുബൂസിൻ്റെ റെസിപ്പി ആയിട്ടാണ്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കുബൂസ് വീട്ടിൽ എങ്ങനെ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാനായിട്ട് പോണത്. ഇത് നമുക്ക് ഷവർമ ഉണ്ടാക്കാനായിട്ട് യൂസ് ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ ഫ്രൈഡ് ചിക്കൻ ബ്രോസ്റ്റിൻ്റെ കൂടെയൊക്കെ കഴിക്കാനായിട്ടൊക്കെ പറ്റും. അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ നമുക്കിതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. വീഡിയോയിലേക്ക് പോണതിന് മുന്നായിട്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ ആ റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്തിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നോട്ടിഫിക്കേഷൻസ് കിട്ടാൻ വേണ്ടിയിട്ട് ആ ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ കുബൂസ് ഉണ്ടാക്കാനായിട്ട് ആദ്യം നമുക്ക് ഈസ്റ്റ് ഒന്ന് ഫെർമെൻറ്റ് ചെയ്യാൻ വെക്കാം. ഞാനിപ്പം ആക്റ്റീവ് ഡ്രൈഡ് ഈസ്റ്റാണ് എടുത്തിട്ടുള്ളത്. അത് കുറച്ച് പാലിൽക്കാണ് ചേർത്ത് കൊടുക്കണേ. പാല് ഒരു ഇളം ചൂടുള്ള പാലാണ് കേട്ടോ. എന്നിട്ട് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്തിട്ട് 1 ടീസ്പൂണോളം ഈസ്റ്റാണ് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത്. ഈസ്റ്റ് ഫ്രഷ് ആയിരുന്നെങ്കിൽ മാത്രമേ ഇത് പെട്ടെന്ന് തന്നെ ഫെർമെൻ്റ് ആയിട്ട് വരുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് സമയം എടുക്കും, ചിലപ്പോൾ ഫെർമെൻ്റ് ആയിട്ട് കിട്ടേയില്ല. നമുക്കിതിന് പകരമായിട്ട് ആ വലിയ ഉണ്ടായിട്ട് വരുന്ന ഈസ്റ്റ് ഉണ്ടല്ലോ, അതും യൂസ് ചെയ്യാം. പക്ഷേ അത് ചേർക്കുമ്പോൾ കുറച്ച് അധികം സമയം വെക്കേണ്ടി വരും. അങ്ങനെ ഈ ഈസ്റ്റ് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമുക്കൊരു 10 മിനിറ്റ് ഇതൊന്ന് അടച്ച് വെക്കാം. പാല് നേരെ ചൂടുണ്ടെങ്കിൽ മാത്രമേ ഇത് ഫെർമെൻ്റ് ആവുള്ളൂ കേട്ടോ. അപ്പോൾ ആ കാര്യം നല്ലോണം ശ്രദ്ധിക്കുക. വലിയ ചൂട് പാടുമില്ല. വലിയ ചൂടായി കഴിഞ്ഞാൽ ചിലപ്പം ഈസ്റ്റ് ഡെഡായി പോവും. അങ്ങനെ ഇതാ നമ്മുടെ ഈസ്റ്റ് ഫെർമെൻ്റായി വന്നിട്ടുണ്ട്. ഇനി ഈ പാലിൽ തന്നെ 1 ടേബിൾ സ്പൂൺ ഓയിൽ ചേർത്ത് കൊടുക്കുക. ഒലിവ് ഓയിലാണെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. എക്സ്ട്രാ വെർജിൻ ഒലിവ് ഓയിൽ എടുക്കുക. എന്നിട്ട് അത് 1 ടേബിൾ സ്പൂൺ ഇതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കുക. ഇനി വേറൊരു ബൗളെടുത്തിട്ട് അതിലേക്ക് ആദ്യം 1 കപ്പ് മൈദപ്പൊടി ചേർത്ത് കൊടുക്കണം. ഞാൻ മൈദപ്പൊടിയും ഗോതമ്പ് പൊടിയും എടുക്കുന്നുണ്ട്. 1/2 കപ്പ് ഗോതമ്പ് പൊടിയാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ആക്കി എടുക്കുക. നമുക്ക് മൈദപ്പൊടി മാത്രം വെച്ചിട്ടും കുബൂസ് ഉണ്ടാക്കാനായിട്ട് പറ്റും. പക്ഷെ അങ്ങനെ ചെയ്യുമ്പോൾ പരത്തിയെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. അതുകൊണ്ടാണ് ഞാനൊരു ഇത്തിരി ഗോതമ്പ് പൊടിയും ചേർത്തിട്ടുള്ളത്. ഇനി നമ്മൾ ആ പാലിൻ്റെ മിക്സ് ഇതിൽക്കായിട്ട് ഒഴിച്ചിട്ട് നല്ല പോലെ കൈ വെച്ച് കുഴച്ചെടുക്കുക. നല്ലോണം കുഴക്കുക കേട്ടോ. ഒരു 10 മിനിറ്റിലും കൂടുതൽ ഇത് നല്ല പോലെ കുഴച്ചെടുക്കുക. നമ്മൾ കുഴക്കുന്നതിനനുസരിച്ചിട്ടാണ് കുബൂസ് സോഫ്റ്റായിട്ട് വരിക. ഇങ്ങനെ മാവ് കുഴച്ചെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ മേലെ കുറച്ചും കൂടെ ഒലിവ് ഓയിൽ തടവിയിട്ട് അതൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം. മിനിമം 2 മണിക്കൂറെങ്കിലും ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കണം കേട്ടോ. അപ്പോഴാണ് കറക്റ്റായിട്ട് അത് പൊങ്ങിയിട്ട് വരിക. അങ്ങനെ 2 മണിക്കൂർ കഴിഞ്ഞപ്പോൾ നമ്മളെ മാവ് നല്ല സോഫ്റ്റായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് വെറുതെ കൈ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് കുഴച്ചെടുക്കാം. ആദ്യം കുഴച്ച പോലെ അങ്ങനെ സ്ട്രോങ് ആയിട്ടൊന്നും ചെയ്യണ്ട, വെറുതെ ഒന്ന് കുഴച്ചാൽ മതി. ഇനി ഈ മാവ് കൗണ്ടർ ടോപ്പ് കിട്ടിയതിന് ശേഷം നമുക്കിങ്ങനെ നീളത്തിലൊന്ന് കുഴച്ച് കൊടുക്കാം. ഇതിൽ നിന്ന് നമുക്കിനി ബോൾസ് ആയിട്ട് കട്ട് ചെയ്തെടുക്കാം. ഞാൻ ചെറിയ ചെറിയ കുബൂസാണ് കേട്ടോ ഉണ്ടാക്കണത്. അപ്പോൾ ചെറുതായിട്ടാണ് കട്ട് ചെയ്തിട്ടുള്ളത്. ചെറിയ കുബൂസാണ് ടേസ്റ്റും കഴിക്കാൻ. അപ്പോൾ കുഞ്ഞു കുഞ്ഞു ബോൾസ് ആയിട്ടാണ് ഞാനിപ്പോൾ കട്ട് ചെയ്തെടുക്കുന്നത്. ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഓരോ ബോൾസും ഉള്ളിൽ നിന്ന് പുറത്തേക്കാക്കിയിട്ട് ഇതുപോലെ ഉരുട്ടി ഉരുട്ടി മാറ്റി വെക്കുക. ഇനി നമുക്ക് പരത്താനായിട്ട് തുടങ്ങാം. അപ്പോൾ ചപ്പാത്തിയൊക്കെ പരത്തുന്ന പോലെ തന്നെ കുറച്ച് പൊടി എടുത്തിട്ട് അത് തട്ടിയിട്ടാണ് പരത്തിയെടുക്കണേ. മൈദപ്പൊടിയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. എന്നിട്ട് കുറച്ച് കട്ടിയിൽ പരത്തിയെടുക്കുക. നല്ല തിന്നാക്കരുത്, എന്നാൽ നല്ല കട്ടിയാവരുത്. മനസ്സിലാവുമല്ലോ, നമ്മൾ കുബൂസ് വാങ്ങിയിട്ട് കഴിക്കുന്നതല്ലേ. അപ്പോൾ ആ ഒരു അത്രയും കട്ടിയിൽ വേണം പരത്തിയെടുക്കാൻ. പിന്നെ ഞാൻ നേരത്തെ ഒരു കാര്യം പറയാൻ വിട്ടുപോയി. നമ്മൾ ഇതിൽ പാലിന് പകരമായിട്ട് ചുടുവെള്ളം യൂസ് ചെയ്താലും മതി. പാൽ തന്നെ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. പാലുണ്ടായി കഴിഞ്ഞാൽ ടേസ്റ്റ് കൂടും. അതുകൊണ്ടാണ് ഞാൻ പാലെടുത്തിട്ടുള്ളത്. നമുക്കില്ലയെന്നുണ്ടെങ്കിൽ നേരെ ചുടുവെള്ളത്തിൽ പഞ്ചസാര മിക്സ് ചെയ്തിട്ട് പിന്നെ ഈസ്റ്റ് അതിലിട്ട് ഫെർമെൻറ്റ് ചെയ്യാൻ വെച്ചാൽ മതി. ഇപ്പോൾ ഞാനൊരു 3-4 കുബൂസ് പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി അത് ചൂടാൻ വേണ്ടിയിട്ട് പാന് ചൂടാക്കാൻ വെക്കുകയാണ്. പാൻ ചൂടായി കഴിഞ്ഞാൽ ഫ്ലെയിം മീഡിയം ടു ലോയിൽ വെച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മൾ കുബൂസ് ഇതിലേക്ക് വെച്ച് കൊടുത്തിട്ട് ഇങ്ങനെ കൈ വെച്ചിട്ടൊന്ന് ആക്കി കൊടുത്തതിന് ശേഷം അതിൻ്റെ മേൽഭാഗത്ത് ചെറിയ ചെറിയ ബബിൾസ് വരാൻ തുടങ്ങും. അപ്പോൾ അത് മറിച്ചിട്ട് കൊടുക്കുക. ഹൈ ഫ്ലെയിമിലിട്ട് വെക്കരുത് കേട്ടോ, പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോവും. അപ്പോൾ ശ്രദ്ധിക്കുക. പിന്നെയും ഇതുപോലെ വലിയ ബബിൾ വരാനായിട്ട് തുടങ്ങുമ്പോൾ വീണ്ടും മറിച്ചിടുക. അങ്ങനെ ഈ സൈഡും ഒന്ന് ആയിന്ന് കണ്ടു കഴിഞ്ഞാൽ വീണ്ടും മറിച്ചിടുക. അപ്പോഴേക്കിനും നമ്മൾ കുബൂസ് ഇങ്ങനെ നല്ല പോലെ പൊന്തി വരാനായിട്ട് തുടങ്ങും. ഇനി ഞാൻ വേറെ ഒരെണ്ണം ചുടുന്നത് കാണിച്ചു തരാം.
ആദ്യം നമ്മൾ കുബൂസ് ഇതിലേക്ക് വെച്ച് കൊടുത്തിട്ട് ബബിൾസ് വരാനായിട്ട് തുടങ്ങുമ്പോൾ മറിച്ചിട്ട് കൊടുക്കുക. അങ്ങനെ ഒരു 2-3 മറിച്ചിടൽ കഴിഞ്ഞാൽ ദാ ഇതേപോലെ നല്ലോണം പൊങ്ങി വരാനായിട്ട് തുടങ്ങും. ഉള്ളിലൊക്കെ ഇങ്ങനെ ലെയേഴ്സായിട്ട് നിൽക്കുന്നുണ്ടാവും, 2 ലെയറായിട്ട് പോക്കറ്റൊക്കെ ഉണ്ടായിട്ടുണ്ടാവും. നമ്മളിപ്പോൾ ചെറിയ ചെറിയ പോക്കറ്റ് ഷവർമ ഉണ്ടാക്കുകയാണെങ്കിലും അല്ലെങ്കിൽ വലിയ ഷവർമ ഉണ്ടാക്കുകയാണെങ്കിലൊക്കെ ഇതുപോലെ കുബൂസ് ചെയ്തെടുത്താൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. പിന്നെ പറയാതിരിക്കാൻ വയ്യ, നമ്മൾ ആ ഷോപ്പിൽ നിന്ന് വാങ്ങി കഴിക്കുന്ന കുബൂസിൻ്റെ സെയിം ടേസ്റ്റ് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഞാനിതിപ്പോൾ 3ാമത്തേതാണ് ചുട്ടെടുക്കണത്. അത് കുറച്ച് തീ ഒന്ന് കൂട്ടി വെച്ചു പോയി, അതിൽ ഇത്തിരി എന്താ പറയുക കളറ് മാറിയിട്ടുണ്ട്. പിന്നെ നമ്മൾ പാല് ചേർക്കണോണ്ടാണ് കേട്ടോ ഇത്ര പെട്ടെന്ന് തന്നെ കളറ് മാറുന്നത്. ചുടുവെള്ളമാണെന്നുണ്ടെങ്കിൽ അങ്ങനെ അത്ര എളുപ്പത്തിലൊന്നും കളറ് മാറൂല, ആ ഒരു വൈറ്റ് കളറിൽ തന്നെ നിൽക്കാൻ മതിയാവും. ഇപ്പോൾ നമ്മൾ കുബൂസ് എല്ലാം ചുട്ടെടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ ഉള്ളിലത്തെ ടെക്സ്ചർ എങ്ങനെയാണെന്നുള്ളത് കാണിച്ചു തരാം. ഇങ്ങനെ മുറിച്ചെടുക്കുമ്പോൾ തന്നെ ഉള്ളിൽ പോക്കറ്റായിട്ട് വന്നിട്ടുണ്ട്. അത് എന്താ പറയുക നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് കുബൂസ്, ടേസ്റ്റും ഉണ്ട് ഇനി കഴിക്കാൻ. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക, അടിപൊളിയാണ്. പിന്നെ നമുക്കങ്ങനെ അധികം ഇൻഗ്രീഡിയൻസും വേണ്ട ഇത് ഉണ്ടാക്കാനായിട്ട്. ഇനിയിപ്പോൾ ഒലിവ് ഓയിൽ ഇല്ലയെന്നുണ്ടെങ്കിൽ സാധാരണ സൺഫ്ലവർ ഓയിലും യൂസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് വരിക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പ്രീവിയസ് വീഡിയോസൊക്കെ കാണുക. പിന്നെ ഇനിയും ഇതുപോലത്തെ വീഡിയോസിനായിട്ട് മിസ്സസ് മലബാറിലേക്ക് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്